ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലെയിൻ കുർത്തി, സിമ്പിൾ ഡിസൈൻ കുർത്തി എങ്ങനെ മനോഹരമാക്കുക എന്നാണ്. ആദ്യമായിട്ട് നമ്മൾ മെറ്റീരിയൽ നെക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഞാൻ മെറ്റീരിയൽ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി എവിടെയാണോ നമുക്ക് ഡിസൈൻ വേണ്ടത് അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലേക്ക് ഓരോ പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ അതിൻ്റെ നടുഭാഗത്ത് നിന്ന് വേറൊരു സർക്കിളും മാർക്ക് ചെയ്ത് വെക്കണം. ഇപ്പോൾ നമുക്ക് ഏകദേശം ഈ രൂപത്തിലുള്ള ഒരു ഡിസൈൻ കിട്ടുന്നതാണ്. ഇനി ഈ ഡിസൈനിൻ്റെ അകത്ത് വേണം നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കാൻ. ഇതൊരു എംബ്രോയ്ഡറി ഫ്രെയിമിൽ വെച്ച് കൊടുക്കണം നമുക്ക്. ഇപ്പോൾ ഇതൊരു എംബ്രോയ്ഡറി ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വലിച്ചിടരുത്, മെറ്റീരിയൽ സ്കിപ്പായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ ബീഡ്സ്, കട്ട് ബീഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ്സൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ ട്യൂബ് ബീഡ്സ് ഉണ്ട്. ഗോൾഡൻ കളറിലുള്ള സീക്വൻസ് ഉണ്ട്. പിന്നെയുള്ളത് ഗോൾഡൻ കളറിലുള്ള ഗ്ലാസ് ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ക്രാഫ്റ്റ് ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ത്രെഡിൽ ഒരു ഭാഗത്ത് മാത്രമേ ഞാൻ കെട്ടിട്ട് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ത്രെഡ് ഒരുപാട് യൂസ് ചെയ്യേണ്ടി വരില്ല. ഇപ്പോൾ നീഡിൽ താഴ്ഭാഗത്ത് നിന്ന് മേലേക്ക് വലിച്ചിട്ട് നമ്മൾ ഓരോ ബീഡ്സ് ഇതിൽ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ ബീഡ്സ് 1 by 1 ആയിട്ട് ഇതിൽ തുന്നിപ്പിടിപ്പിക്കാം. ഇപ്പോൾ ഞാൻ ആദ്യം ഗ്ലാസ് ബീഡ്സാണ് ചെയ്ത് കൊടുക്കുന്നത്. ഓരോ ഗ്ലാസ് ബീഡ്സ് വീതം വെച്ച് കൊടുക്കാം. ഇപ്പോൾ നീഡിൽ മുഴുവനായിട്ട് താഴേക്ക് വിടാതെ കൈ കൊണ്ട് ചെറുതായിട്ട് തള്ളി മറുവശത്തൂടെ വലിച്ചെടുത്താൽ മതിയാകും. അങ്ങനെയാകുമ്പോൾ നമുക്കൊരുപാട് ടൈം പോവില്ല. ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓരോ ബീഡ്സും വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള എല്ലാ ബീഡ്സും നിങ്ങൾക്ക് ഏതൊക്കെയാണോ വേണ്ടത് അതെല്ലാം നമുക്കിതിൽ വെച്ച് കൊടുത്ത് ഈ ഡിസൈനിൻ്റെ അകത്ത് തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ അടുത്തത് കട്ട് ബീഡ്സ് ആണ്. ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ഭംഗി കിട്ടുക. ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള എല്ലാ ബീഡ്സും നമുക്കിതിൽ വെച്ച് കൊടുക്കാം. ഒരുപാട് ഗ്യാപ്പിട്ട് ചെയ്ത ഭംഗി ഉണ്ടാവില്ല. ചെറിയ ഗ്യാപ്പിൽ നമ്മൾ ചെയ്താൽ മതിയാവും.
ഇതാ ഇപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള മുത്തുകളൊക്കെ വെച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ മുത്തുകളും നമുക്ക് വെച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് സ്റ്റിച്ച് വരുന്നത്. ഇനി സ്റ്റിച്ചിന് ഉറപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ ഫാബ്രിക് ഗ്ലൂ വെച്ച് നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ട്രാൻസ്പെറൻ്റ് ആയിക്കോളും, കാണാൻ പറ്റില്ല. ഇനി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.